How do you feel? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് റിയൽ ഗെയിംസ്. നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ കയ്യിൽ മൈക്കില്ല അൺഫോർച്ചുനേറ്റ്ലി. സോ നമ്മളിപ്പോൾ ഉള്ളത് ജിമ്മിലാണ്. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അറിയാമല്ലോ. ആൻഡ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക, കുറേ ഗേൾസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വീഡിയോ ആയിരിക്കും. അതായത് നിങ്ങൾക്കിപ്പം ജിമ്മിൽ പോയിട്ട് എന്താ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെ നിങ്ങൾക്ക് ചെയ്യണം, ഒരു ഐഡിയ ഇല്ലാത്ത, ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ റെഫറൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ജിം റുട്ടീനാണ്. മൺഡേ ടു ഫ്രൈഡേ. ഞാൻ ഇപ്പോൾ ഒരു 1 month ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. 1 month ആയിട്ട് ഞാൻ റെഗുലർലി ജിം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് എൻ്റെ ഒരു റുട്ടീനായിരിക്കും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ. നമ്മുടെ ചാനലിൽ കുറേ അടിപൊളി വേറെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ കാണും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് മൺഡേ ആണ്. ഇന്ന് മൺഡേ എന്ന് വെച്ചാൽ എൻ്റെ കോട്സ് ഡേ ആണ്. അപ്പോൾ ഇന്ന് കോട്സ് ഡേയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്ന സെറ്റ് ഓഫ് സാധനങ്ങളെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അത്ര എക്സ്റ്റെൻസീവായിട്ട് കാർഡിയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, കാരണം ഞങ്ങളിപ്പോൾ ഒരു 2 hours ഞങ്ങൾ നടന്നിട്ട് വരികയാണ്. അറൗണ്ട് ഒരു 10 kilometers എങ്കിലും നടന്നു. നമ്മൾ കുറേ പാർക്കിലെല്ലാം പോയി. അപ്പോൾ ആ പാർട്ട് സ്കിപ്പായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുക. ഡു കീപ് സപ്പോർട്ടിങ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലെ ലൈക്ക് ട്യൂസ്ഡേ, വെനസ്ഡേ എൻ്റെ എല്ലാ റൊട്ടീനും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. മുട്ട കത്തിക്കാം. കാല് മുട്ട ഉള്ളോട്ട് പോട്ടെ. Five, 6, 7, 8, 9, 10, 11, 12, 13, 14. What? 21, 22, 23, 24,
25. 5 more. പോട്ടെ. 5, 4, 3, 2, 1. പൊളി. അടിപൊളി. How do you feel? എന്നെ ഒന്നും കൊള്ളത്തില്ല. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഡംബൽസ് ആണെങ്കിലും വെയിറ്റ് ഇടുന്നതാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോപ്സും തിരിച്ച് അതാത് സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക. ഇത് ഓൾമോസ്റ്റ് എല്ലാ ജിമ്മിലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ ആരും പാലിക്കാത്ത ഒരു കാര്യമാണ്. നമ്മളൊരു ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു സാധനം ചെയ്യാൻ പോകുമ്പോൾ അവിടെ 25-30 കിലോ ഒക്കെ ഇരിക്കുമ്പോൾ നമുക്കത് എന്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മളതെല്ലാം അഴിച്ച് മാറ്റി പിന്നെ നമ്മുടെ വയ്ക്കുക. അപ്പം ഓൾവേസ് ബി റെസ്പോൺസിബിൾ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ, പക്ഷെ അത് പാലിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഈ ഒരു അവസ്ഥയിലെത്തും. അപ്പോൾ ഈ ഒരു അവസ്ഥയെത്തി അതിനർത്ഥം എൻ്റെ കാലൊന്നും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫെറ്റിക്കായി. അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല. ഇതിൻ്റെ അപ്പുറത്തോട്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന് പറ്റുക, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ ചെറിയ ബിറ്റ്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയത്തില്ല, ഇത് നോക്കട്ടെ. ഒരു വീഡിയോയ്ക്കുള്ള കണ്ടൻറ് ഉണ്ടെങ്കിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പോൾ ഗേൾസിന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ലൈക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാം. അപ്പം ഞാൻ ഒരു സീരീസ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ക്വാർട്സ് ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് വന്നപ്പോൾ എനിക്ക് ഒരു പവറും ഇല്ല. എന്തൊക്കെ എനിക്കൊന്ന് ഇരുന്നിട്ട് എണീക്കാൻ പോലും. ഞാൻ ഒരു 3 വീക്സ് കഴിഞ്ഞു. 1 month ആയിട്ട് ഞാൻ ഇപ്പോൾ ജിമ്മ് ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്യാൻ നോക്കുക. ഇനി ഇതുപോലത്തുള്ള ജിം വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ until then, it's me, Agira, signing off. Bye-bye.